നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ യേശുവേ, ദിവ്യകാരുണ്യമായി സ്നേഹത്തിൻ്റെ വലിയ അടയാളമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന കർത്താവേ, ഈ നിമിഷം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാനായി നിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾ ഇത്രമാത്രം കരുതലോടെ പരിപാലിക്കുന്ന നിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ആരാധനയുടെ നിമിഷത്തിൽ നിന്റെ കൃപ ധാരാളമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന നിമിഷത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ ഉടനീളം ഞങ്ങൾ കാണുന്നതിന് കർത്താവേ, കരുണയോടെ നിന്റെ ജനത്തെ നീ നോക്കി, അനുകമ്പയോടെ നീ ജനത്തെ നോക്കി. ഇത്രമാത്രം സ്നേഹവും കരുണയും നിന്നിലൂടെ നിന്റെ ജനത്തിന് അനുഭവിക്കുവാനിടയായി. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. സ്വർഗീയ പിതാവിനെ പോലെ നമ്മുടെ ജീവിതങ്ങളും കരുണയുടെ ജീവിതങ്ങളാക്കി മാറ്റുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഇതേ വചനഭാഗം ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. അതിലൂടെ വചനം വളരെ വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യം, കരുണയുടെ ജീവിതങ്ങൾ നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സ്വർഗീയ പിതാവിനെ പോലെ പരിപൂർണതയിലാണ്. കാരണം ദൈവികമായ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പേറുക. ഇന്ന് ഈ ആരാധനയുടെ നിമിഷത്തിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ കരുണയുടെ ജീവിതങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കും. ഓരോ നിമിഷവും ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കർത്താവേ, അവിടെയൊക്കെ കരുണയുടെ ജീവിതങ്ങളായി മാറുവാനായിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാതെ പോകും. നിന്നിലുള്ള വലിയ ആ കരുണയും സ്നേഹവും കരുതലും ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട് കർത്താവെ കൃപ തരണമേ. എത്രമാത്രം നിന്റെ കരുണ ഞങ്ങൾ മനസ്സിലാക്കുന്നു, അത്രമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളും കരുണയുടെ ജീവിതങ്ങളായിട്ട് മാറും. എത്രമാത്രം നിന്റെ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയുന്നു, അത്രമാത്രം ഞങ്ങളുടെ ജീവിതങ്ങളിൽ സ്നേഹമായിട്ട് ഞങ്ങളും മാറും. കർത്താവേ, ഈ ഒരു വലിയ തത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കും. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. നിയമാവർത്തനം 4:31. പിതാവായ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹമാണ് വചനത്തിൽ നമ്മൾ കാണുക. അവിടുന്ന് ഒരിക്കലും നമ്മളെ കൈവിടാതെ കാത്തുപരിപാലിക്കും. ഇത്രമാത്രം ദൈവത്തിന് സ്നേഹം പഴയ നിയമത്തിൽ ഓരോ ജനതയും തിരിച്ചറിഞ്ഞതാണ്. അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണും. ഇത്രമാത്രം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വം അകന്നു പോയിട്ടും അവരെ ഒരു രീതിയിലും ഉപേക്ഷിക്കാതെ അവരോട് കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം.
പ്രവാചകന്മാരിലൂടെയും മറ്റു നേതാക്കന്മാരിലൊക്കെ ദൈവം പറഞ്ഞു വെച്ചൊരു കാര്യം, ഇത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇത്രമാത്രം നിന്നോട് കരുണ കാണിക്കുന്നു എന്നുള്ള വലിയ സത്യം പറഞ്ഞു വയ്ക്കുകയാണ്. വീണ്ടും പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിലൂടെ യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ദൈവ കരുണ നമ്മൾ അനുഭവിച്ചറിയുന്നു. ഇത്രമാത്രം മനുഷ്യവംശത്തെ രക്ഷിക്കുവാനും സ്നേഹിക്കുവാനുമായി സ്വന്തം ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ കരുണയുടെ ജീവിതങ്ങളാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനൊക്കെ സാധിക്കാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത, നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, നമ്മുടെ ഉള്ളിലെ ഈഗോ, മറ്റുള്ളവർക്കായി ജീവിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്കായിട്ട് വിരിച്ചു കൊടുക്കാനോ മുറിച്ചു കൊടുക്കാനോ നമുക്ക് സാധിക്കാതെ പോകുന്ന നിമിഷങ്ങൾ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, ഇത്രമാത്രം നമ്മൾ കർത്താവിൻ്റെ സ്നേഹം ഓരോ നിമിഷവും തിരിച്ചറിയുമ്പോൾ നിശബ്ദനായി ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുക, അവരാഗ്രഹിക്കുന്ന രീതിയിൽ, അവരർഹിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറുവാൻ. നല്ല സമറായൻ്റെ ഉപമയിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്ന കാര്യം, നീയും പോയി അതുപോലെ ചെയ്യുക. അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതം കരുണയുടെ ജീവിതമായിട്ട് മാറണം. കരുണ കാണിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. സ്നേഹവും കരുണയും ഒരുമിച്ച് പോകുന്ന ഒരു നാണയത്തിൻ്റെ രണ്ട് തുട്ടുകൾ പോലെ, ഒരു വശങ്ങൾ പോലെ. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളിലും ഓരോ കാര്യം ആലേഖനം ചെയ്തതുപോലെ ദൈവത്തിൻ്റെ സ്നേഹവും മറുവശത്ത് ദൈവത്തിൻ്റെ കരുണയും ഒരിക്കലും വിഭജിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ചേർന്ന് പോകുന്നതാണ്. ദൈവിക സ്വഭാവം, സ്നേഹവും കരുണയും. കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളെ കരുണയുടെ ജീവിതങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റിലുമുള്ളവരിലേക്ക് നീ കണ്ടതുപോലെ, നീ നോക്കിയതുപോലെ, നീ പ്രവർത്തിച്ചതുപോലെ അനുകമ്പയോടെ, കരുണയോടെ, സ്നേഹത്തോടെ നോക്കുവാനും അവരുടെ കുറവുകളേക്കാൾ ഉപരിയായിട്ട് അവരുടെ കഴിവുകളെ സ്നേഹിക്കുവാൻ കർത്താവെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ കേൾക്കാറുള്ള കാര്യമാണ്, പലപ്പോഴും അനുഭവിക്കാത്ത ഒരു കാര്യമാണ്, അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യം. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഒരു നല്ല കാര്യം ചെയ്യുന്നില്ല, അട്ടർലി യൂസ്ലെസ് എന്നൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. നന്മ പ്രവർത്തി എന്തുമാത്രം ചെയ്താലും തിന്മയല്ലാതെ വേറെ ഒന്നും വരുന്നില്ല വായിൽ നിന്ന്. കർത്താവേ, ബലഹീനതകളെ മനസ്സിലാക്കുവാനും കൂടെയുള്ളവരുടെ സാന്നിധ്യം ദൈവികമാക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. പ്രത്യേകമായി കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കാം, വ്യക്തിബന്ധങ്ങളെ ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് ലോകത്തിലുള്ള സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പാപികളും ബലഹീനരും ക്ലേശിതരുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കർത്താവിൻ്റെ കരുണ ധാരാളമായി പെരുമഴ പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകുന്ന നിമിഷമാണ്. മനസ്സ് തുറന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുകളും അണിയും. കൂടുതൽ വിശുദ്ധരായി, കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ കാരുണ്യത്തോടെ, അനുകമ്പയോടെ, ഹൃദ്യമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും
ദീപികാരനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെ കരുണയുടെ ജീവിതങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. കരുണയില്ലാതെ കൊടും ക്രൂരതകൾക്ക് ഇരയാക്കപ്പെടുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പല രീതിയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നവർ വിശ്വാസത്തിൻ്റെ പേരിൽ വേദനിപ്പിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ കർത്താവേ, നിന്റെ ആശ്വാസം അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രളയക്കെടുതി മൂലം കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് മുട്ടുകുത്താം. ദൈവത്തിൻ്റെ ആശീർവാദം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാഹകരായിട്ട് മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് മുട്ടിൽ മേലായിരിക്കാം. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നു